ഹലോ ഹായ് മച്ചന്മാരെ, മൂവി ഡങ്കിയാണ് നമ്മുടെ SRKയുടെ പുതിയ മൂവി ഡങ്കി. എന്താ പറയുക, എനിക്കിതിനെപ്പറ്റി ഒറ്റ വാക്കിലൊരു അഭിപ്രായമേ ഉള്ളൂ. പേരിനോട് 50% മാത്രം നീതി പുലർത്തിയ ഒരു മൂവി. വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സിനിമകൾ സമ്മാനിച്ചത് നമ്മളെ ഡയറക്ടർ രാജ്കുമാർ ഹിറാനിയുടെ ഒരു കോമഡി ഡ്രാമ ടൈപ്പിൽ വരുന്ന ഒരു മൂവിയാണിത്. അതെ, ഡങ്കി. ഈ ഡോങ്കി ഫ്ലൈറ്റിൻ്റെ ഒരു ഷോർട്ട് ഫോം ആയിട്ട് തന്നെയാണ് ഡങ്കി എന്ന് പറയുന്ന ഈ ഒരു പേര് ഈ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത്, അല്ലേ? അപ്പം അതെന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതുപോലെ തന്നെ സിനിമയുടെ കൂടുതൽ റിവ്യൂയിലേക്ക് ഒന്ന് പോയാലോ. ഡങ്കി എന്ന് പറയുന്ന സിനിമയുടെ കണ്ടന്റ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഡോങ്കി ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ പഞ്ചാബ് പോലെയുള്ള സംസ്ഥാനങ്ങൾ, പഞ്ചാബും അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറേ സംസ്ഥാനങ്ങൾ, അവിടെ നിന്ന് 1995, അതായത് പണ്ട് കാലത്ത് പല രാജ്യങ്ങളിലേക്കും അനധികൃതമായിട്ട് മൈഗ്രേഷൻ ചെയ്യുക, അല്ലേ? അതാണ് കറക്റ്റ്. മൈഗ്രേഷൻ, അതായത് വിസ കാണില്ല, പാസ്പോർട്ട് കാണുകയില്ല. അവർ പല രാജ്യങ്ങളുടെയും ക്രോസ് ചെയ്ത്, ബൗണ്ടറികൾ ക്രോസ് ചെയ്ത്, ആരുടെയും കണ്ണിൽപ്പെടാതെ പലർക്കും കൈക്കൂലികൾ നടത്തി പല ഇല്ലീഗലായിട്ടുള്ള രീതികളിലൂടെയും ഫോറസ്റ്റ് വഴിയും എന്താ പറയുക, പല പുഴകൾ നീന്തിക്കിടന്നു. ഓരോ ഏജന്റുമാരുണ്ടാവും. ഓരോ രാജ്യത്തും ഓരോ ഏജന്റ്. അവർ ആ രാജ്യം കടത്തി അപ്പുറത്തെത്തിക്കും. ചിലപ്പോൾ ഈ ഏജന്റുമാർ വഴിയിലിട്ടിട്ട് പോകും. പലരുടെയും ജീവൻ നഷ്ടപ്പെടാം. വളരെ ഇല്ല, പറയുന്ന കണക്ക് 100%-ൽ ഒരു 25% മാത്രമാണ് അവിടെ എത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷയുള്ളൂ. ബാക്കി 75% നിങ്ങൾ മരിച്ചു പോകുമെന്നുള്ള പ്രതീക്ഷയാണ് ആ ഒരു യാത്രയിലുള്ളത്. എത്തിച്ചേർന്നാലോ അവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പോലീസ് പിടിക്കാം. ചിലവർക്കില്ല, പറഞ്ഞ കണക്ക് എന്തെങ്കിലും ഒരു വിസിറ്റിംഗ് വിസയോ വല്ലതും ഒക്കെ കിട്ടാം. അപ്പം ആ ഒരു സംഭവത്തെ ആസ്പദമാക്കിയിട്ടാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്, അല്ലേ? സിനിമ ഓണാവുന്നത് പഞ്ചാബിൽ നിന്ന് തന്നെയാണ്. പഞ്ചാബിൻ്റെ പശ്ചാത്തലത്തിലാണ് സിനിമ പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ ആ സിനിമ സഞ്ചരിച്ച് ലണ്ടനിലേക്ക് എത്തുന്നു, വീണ്ടും ദുബായിലേക്ക് എത്തുന്നു, പിന്നെ അവിടെ നിന്ന് അവരുടെ സ്വന്തം നാടായ പഞ്ചാബിലേക്ക് വന്ന് ഇറങ്ങുന്നു. ഇങ്ങനെയാണ് സിനിമ സഞ്ചരിച്ച് പോകുന്നത്. എന്താ പറയുക, പഞ്ചാബിലുള്ള കുറേ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ യുവാക്കൾ, അവർ ലണ്ടനിൽ പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. അവിടെ എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ, ഇല്ലേ, എന്ന് പറഞ്ഞാൽ ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് പറയാനോ അല്ലെങ്കിൽ അവർക്ക് അവരുടെ കയ്യിൽ പണമോ സ്വത്തോ കാര്യങ്ങളോ വിസ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യവും അവരുടെ കയ്യിലില്ല. അപ്പോൾ അവർ സ്വീകരിക്കുന്ന, അതിനകത്ത് ഒരാൾ മരണപ്പെട്ടു പോകുന്നുണ്ട്. അതിനൊരു റീസൺ ഉണ്ട്. ആ മരണപ്പെടുന്ന സീനൊക്കെ ആരാ മരണപ്പെടുന്നതെന്ന് സിനിമ കണ്ട് ഇതിന് ശേഷം നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സിനിമ കാണുന്നതിൻ്റെ ത്രില്ല് നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ആ സീൻ വളരെ ടച്ചിങ് ആയിരുന്നു കേട്ടോ, അത് എടുത്തു തന്നെ പറയണം. അങ്ങനെ അവർ തീരുമാനിക്കുന്നു ഡങ്കി മാർഗം ലണ്ടനിലേക്ക് പോകാം, അല്ലേ? അപ്പം ഇതാണ് സംഭവം. പക്ഷേ ഈ സിനിമ കൊണ്ട് എൻഡ് ചെയ്തിരിക്കുന്നത് വളരെ ഡ്രാമാറ്റിക് ആയിട്ടാണ് കേട്ടോ. പഴയ ടൈപ്പ് അതായത് പഴയ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഴഞ്ചൻ നോവലോ അല്ലെങ്കിൽ വല്ല കണ്ടകാവ്യോ ഒക്കെ കാണത്തില്ലേ, 2.5 മണിക്കൂർ എടുത്തിട്ട് 2.25 മണിക്കൂറും കണ്ടുണ്ട് സിനിമ. ഒരു നോവൽ, ഒരു പൈങ്കിളി നോവൽ വായിച്ചു തീർത്ത ഫീലായിരുന്നു സിനിമ കണ്ടിറങ്ങിയപ്പോൾ, അല്ലേ? ഏകദേശം ഒരു 3/4 ഭാഗത്തോളം, അതായത് ഹാഫ് പോർഷൻ വരെ, ഇൻ്റർവെല് വരെ നല്ല രീതിയിൽ കോമഡി വർക്ക് ചെയ്ത് പോയിട്ടുണ്ട്. അതിനുശേഷമുള്ള സീനുകൾ വളരെ മോശമായിരുന്നു. എനിക്ക് തോന്നുന്നു ക്ലൈമാക്സിലേക്ക് അടുക്കുന്ന സീന്, ക്ലൈമാക്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഡ്രാമാറ്റിക് ആയിട്ട്, ഇല്ലേ? തിരശ്ശീല നാടകം പോലെയാണ് കൊണ്ട് എൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ തിരശ്ശീല നാടകം പോലെ കൊണ്ടുവന്ന് എൻഡ് ചെയ്യിപ്പിച്ചു. അതിനുശേഷം ഒരു കോമഡി ടെയിൽ എൻഡ് കൂടെ കൊടുത്തിട്ടുണ്ട്. അത് വളരെ ബോറായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞില്ല, ഡങ്കി എന്ന പേരിനോട് നീതി പുലർത്താത്ത സിനിമയെന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഡങ്കി അല്ലെങ്കിൽ ഡോങ്കി ഫ്ലൈറ്റ് എന്ന് പറയുന്നത്, അതായത് ഈ ഒരു ഇല്ലീഗൽ മൈഗ്രേഷൻ്റെ സീനുകൾ കാണിച്ചിരിക്കുന്ന വെറും 10-15 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കുറേ കോമഡിയും അതുപോലെ കുറേ സീനുകളും കൊണ്ട് ഈ സിനിമ വലിച്ചു നിട്ട് സത്യം. പിന്നെ സിനിമാറ്റോഗ്രാഫിയിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് വളരെ വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും തോന്നിയില്ല. എന്ന് പറഞ്ഞാൽ പഞ്ചാബിൻ്റെ ഭംഗി പോലും ചുവന്നര എടുത്തതിനകത്ത് കാണിച്ചിട്ടില്ല, ഇല്ലേ? എന്താ പറയുക, കുറേ ലൊക്കേഷൻസ് എടുത്ത് കാണിച്ചു. അതിലേക്കൂടെ അവർ പോകുന്നതും ചെറിയൊരു ഇൻസിഡൻറ്റും കാണിച്ചല്ലാതെ അതിനെ വളരെ ഡീറ്റെയിൽഡായിട്ട് ചിത്രീകരിക്കുവാൻ ആ സിനിമാറ്റോഗ്രാഫിക്ക് കഴിഞ്ഞിട്ടില്ല. അതായത് അതിൻ്റെ ആ ഒരു സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്, വന്നില്ല. അതായത് ഈ ഡോങ്കി ഫ്ലൈറ്റിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ആ ഒരു ഇല്ലീഗൽ മൈഗ്രേഷൻ്റെ ഇമ്പോർട്ടൻറ്റ് അതിനകത്ത് വന്നിട്ടില്ല. നമ്മൾ ഈ എടുത്തു പറയുന്ന ഈ ഡങ്കി എന്നുള്ള പേര് കൊടുത്തത് കൊണ്ടാണ് നമ്മളത് എടുത്തു പറയുന്നത്. ഇപ്പോഴത്തെ കാസ്റ്റിംഗ് വന്നിരിക്കുന്നത് SRK, അദ്ദേഹം ഹാർഡി സിംഗ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിട്ടാണ് വരുന്നത്. അദ്ദേഹം ആ നാട്ടിലേക്ക് വരുന്നതിനൊരു റീസൺ ഉണ്ട് കേട്ടോ. അദ്ദേഹം ഒരു എന്താ പറയുക, ഒരു സൈനികനാണ്, അല്ലേ?
ഒരു സൈനികനാണ്. അതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട് ഇല്ലേ? ആ നാട്ടിലേക്ക് വരുന്നതിന് ഒരു കഥയുണ്ട്. ആ കഥ നിങ്ങൾ പോയി കാണുക. പിന്നെ SRKയുടെ കൂടെയുള്ള നമ്മൾ പോസ്റ്ററിലേക്ക് കാണുന്ന അറിയാമല്ലോ, അനിലുണ്ട്, പിന്നെ വിക്കി കൗശാലുണ്ട് അല്ലേ, വിക്രമുണ്ട്, പിന്നെ തപ്സിയുണ്ട്. ഇവർ 4 പേരാണ്. ഇത് വിക്കി കൗശാൽ നല്ല രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു സീനുണ്ട്, ആ സീനൊക്കെ വളരെ ടച്ചിങ് ആണ് കേട്ടോ ഇല്ലേ. അവർ 4 പേരും നല്ല രീതിയിൽ ചെയ്തു. പിന്നെ തപ്സിയും നമ്മുടെ SRKയും തമ്മിലുണ്ടാക്കുന്ന റൊമാൻസ് ഒക്കെ അത്യാവശ്യം വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ. പിന്നെ മ്യൂസീഷ്യനെ പറ്റി പറയുകയാണെങ്കിൽ പാട്ട് 2 അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നല്ലേ. അദ്ദേഹത്തിൻ്റെ പേര് പ്രീതം ചക്രവർത്തിയാണ്. പാട്ട് പാടിയിരിക്കുന്നത് സോനു നിഗമാണ്. അപ്പം പാട്ടും അത്യാവശ്യം വർക്ക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും ബോറില്ലാതെ തന്നെ പോയിട്ടുണ്ട്. പക്ഷേ സിനിമാറ്റോഗ്രാഫി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. സിനിമയുടെ ലൈറ്റിങ്ങും കളർ ഗ്രേഡിങ്ങും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം ഒരുപാട് എന്താ പറയുക, നമുക്കറിയാമല്ലോ ഇങ്ങനെ ഒരു കണ്ടൻറ്റ് അത് ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ അതിനകത്ത് സിനിമറ്റോഗ്രാഫറിനുള്ള പങ്കെന്ന് പറയുന്നത് അത് വളരെ വലുതാണ്. മനസ്സിലായില്ലേ? അത് അത്രമാത്രം ഒരു എഫക്റ്റീവായിട്ട് നമ്മളിലേക്ക് വന്നില്ല. ഒരു പഴയ ആ പോർഷൻ വരെ കുറച്ച് ചിരിക്കാനുണ്ട്. അതിനുശേഷം സിനിമ വലിച്ച് ഞാൻ പച്ച മലയാളത്തിൽ ഞാൻ പറയാം, അല്ല പറഞ്ഞെനിക്ക് എഴഞ്ഞ് അതിർത്തി കിടക്കുന്ന ഒരു അവസ്ഥയായിപ്പോയി അല്ലേ. ഭയങ്കര ബോറായിരുന്നു. അവസാനമൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3/4 ഭാഗത്തുള്ള സിനിമ കുഴപ്പമില്ല. അവസാനം പോർഷൻ ക്ലൈമാക്സ് ഒക്കെ കൊണ്ടുവന്ന് എൻഡ് ചെയ്തിരിക്കുന്നത് അയ്യോ നാടകം തോറ്റുപോകുന്ന രീതിയിലാണ് അല്ലേ. എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് വിഷമമായി. വർക്കാവുന്നില്ല. അവസാനത്തെ ഭാഗത്തുള്ള ഇമോഷൻസ് ഒന്നും നമുക്ക് വർക്കായിട്ടില്ല. പടം വർക്കായിട്ടില്ല. പക്ഷെ കണ്ടിരിക്കാം, പ്രശ്നമില്ല. ആവറേജ് ഒന്നുമല്ല, എബോ ആവറേജ്. ഞങ്ങളുടെ പേഴ്സണൽ അഭിപ്രായം പറഞ്ഞാൽ പേരിനോടൊട്ടും നീതി പുലർത്താത്ത സിനിമ, പഴയ രീതിയിലുള്ള ഒരു മേക്കിംഗ് തന്നെ അല്ലേ. ആക്ഷനൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല സിനിമയിൽ, ആക്ഷനൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല. പക്ഷേ SRK അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് പിന്നിലെ പറഞ്ഞ പൊന്നല്ലേ, എന്ത് കൊടുത്താലും അങ്ങേര് കയ്യിലിട്ട് അമ്മാനോട് അതേ കണക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ട്. കണ്ടുകൊണ്ടിരുന്നു പോകും. അങ്ങനെ അഭിനയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അതാണ് ഈ SRKയുടെ ഒരു പ്രത്യേകത. പിന്നെ എല്ലാവരും അങ്ങനെ അഭിനയത്തിൻ്റെ പേരിലൊന്നും ഒന്നും കുറ്റം പറയാനില്ല. ഡയലോഗ് പ്രസൻറ്റേഷനോ ഡയലോഗുകളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. സൂപ്പറായിട്ട് തിരക്കഥ ആ കണ്ടന്റിനെ തിരക്കഥയാക്കിയപ്പം അതിനത്ര സംഭാഷണങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷെ ആ തിരക്കഥ വലിച്ചുകൊണ്ട് പോയ രീതി ശരിയായില്ല. ആവശ്യമില്ലാത്ത എലമെന്റുകൾ ഒരുപാട് കൊണ്ട് ചേർത്ത് കളഞ്ഞിട്ടുണ്ട്. ഒരുപാട് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരുപാട് എലമെന്റുകൾ ഇങ്ങനെ കൊണ്ടുവന്ന് ചേർത്തു ഇല്ലേ. അവസാനത്തുള്ള സീനൊക്കെ വന്നതിന് ശേഷമുള്ള ആ ഫൈറ്റ് സീനൊക്കെ വളരെ ഡ്രാമാറ്റിക് പോലെയൊക്കെ എനിക്ക് തോന്നിപ്പോയി ഇല്ലേ. കുറേ സീനുകളൊക്കെ വളരെ ടച്ചിങ് ആണ്. നമ്മുടെ നാട്ടിലേക്ക് പിന്നെ തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ആ ഒരു ഇമോഷൻസ് ഒക്കെ എനിക്ക് വർക്ക് ചെയ്തു. പക്ഷേ അതിനുശേഷം അവസാനത്തേക്ക് വരുമ്പോൾ ഡ്രാമ എന്ന് പറഞ്ഞാൽ പക്ക ഡ്രാമ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ അമ്പലപ്പറമ്പിൽ കാണിക്കുന്ന തിരശീല നാടകം പോലെയൊക്കെ എൻഡ് ചെയ്യിപ്പിച്ചുള്ളത്. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, ഇത്രയും പറഞ്ഞാൽ പോരെ. എല്ലാവരും പോയി സിനിമ കാണുക, വിജയിപ്പിക്കുക. അത്യാവശ്യം ഷോയിൽ ആൾക്കാരുണ്ട് കേട്ടോ അല്ലേ. കാരണം ഇത് ഇല്ല പറഞ്ഞ കണക്ക് അമാനുഷികമായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല ഇതിനകത്തില്ലേ. വളരെ റിയലിസ്റ്റിക് ആയിട്ട് എടുത്തു പോയി അവസാനം കൊണ്ടുവന്നിട്ട് കുളമാക്കിയെന്ന് എനിക്ക് പറയാനുള്ളൂ. കുഴപ്പമില്ല, കണ്ടിരിക്കാം. ആവറേജ് ഒന്നുമല്ല, എബോ ആവറേജ് ആണ്. കുഴപ്പമില്ല, നല്ല മൂവിയാണ് കേട്ടോ. നമ്മളങ്ങനെ പറഞ്ഞു നമുക്ക് സിനിമ വർക്കാവാത്തതുകൊണ്ടാണ് പറഞ്ഞത്.